എഴുന്നേറ്റ് നിൽക്കാവോ? ഈ കുറച്ചുകൂടി കൂടെ വരും ട്രെയിനിൽ. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഇവരെല്ലാവരും 4 ദിവസം നീണ്ടു നിൽക്കുന്ന മൗന ഉപവാസം എടുത്തവരാണ്. താങ്ക് യു. 74 പേരുണ്ടായിരുന്നു ഉപവാസം എടുത്തവര്. അവരാണ് ഇനിയുള്ള കീടനാശിനി വിരുദ്ധ സമരത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ളവര്, സമരത്തെ നയിക്കാനുള്ളവര്. അങ്ങനെ 10 കൊല്ലമായിട്ട് ഓരോ കൊല്ലത്തിലും കീടനാശിനികൾക്കെതിരായിട്ട് ഉപവാസം എടുത്ത് ബേബി എത്ര പ്രാവശ്യമായി? 6ാമത്തെ കൊല്ലമാണ് തുടർച്ചയായിട്ട് ബേബി അഞ്ചേരി ഉപവസിക്കുന്നത്. അബ്രഹാം 3ാമത്തെ കൊല്ലം, ഗോപി 3ാമത്തെ കൊല്ലം, പ്രഭാകരൻ എത്രാമത്തെ കൊല്ലം? 3ാമത്തെ കൊല്ലം, ഡിവിൻ 2ാമത്തെ കൊല്ലം, ശ്രീധരൻ 5ാമത്തെ കൊല്ലം. ഒന്ന് എഴുന്നേറ്റ്. ഈ മനുഷ്യൻ നിങ്ങളൊന്ന് പരിചയപ്പെടണം. ഞാൻ കാണുമ്പോൾ അദ്ദേഹം വളരെ സാധാരണക്കാരനായ ഒരു തൊഴിലാളിയാണ്. തൃശ്ശൂരിലെ സ്ഥലം എവിടെയാണ്? പുതുക്കാടിനടുത്ത് പാലാഴി. പാലാഴി പക്ഷെ പാഴായില്ല. നമ്മളോടൊപ്പം വന്നുകൊണ്ട് പാഴായില്ല. ഹാർട്ടിന് അല്ലേ? ഹാർട്ട് 3 ബ്ലോക്ക്. ആകെ അവശനായിരുന്ന ഒരു മനുഷ്യനാണ്. എത്ര കൊല്ലമായി? 4 കൊല്ലമായി, 5 കൊല്ലം, 8 കൊല്ലം. 8 കൊല്ലമായി ഇപ്പൊ പറന്നു നടക്കുകയാണ്. 5 കൊല്ലം 4 ദിവസം വീതമുള്ള മൗനോപവാസം എടുത്തു. ബ്ലോക്കും ഇല്ല, ബൈപ്പാസും ഇല്ല, സ്റ്റെൻറ്റും ഇല്ല, ഒന്നുമില്ല. പ്രകൃതി ജീവിതത്തിന് ചിട്ടയിൽ പറന്നു നടക്കുകയാണ്. ഇതുപോലുള്ള അനേകം ആളുകളെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനുണ്ടായ വ്യത്യാസത്തെ കുറിച്ച് ഞാൻ പറയണ്ട. ഇന്ന് കേരളത്തിലെ ഏതൊരു ആരോഗ്യ വിദഗ്ധനോടും ഡോക്ടറോടും വാദിച്ച് നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ആ രീതിയിലാണ് ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളെ പോലും ഏറ്റവും വലിയ ആരോഗ്യ വിദഗ്ധരെന്ന് മേനി നടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായി മുഖാമുഖം ഇരുന്ന് സംസാരിച്ച് തറ പറ്റിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ആ രീതിയിലാണ് ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് ഏറ്റവും വലിയ കലി, ദേഷ്യം അവർക്കുള്ളത്. പൈസാറ് വേദിയിലേക്കൊന്ന് വരാമെങ്കിൽ പ്രൊഫസർ മാത്യു പൈലി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളുടെ വലിയ ഒരു അഭ്യുദയകാംക്ഷിയാണ്. അപ്പോ ഒറ്റ കാര്യം മാത്രം ഞാനൊരു ആമുഖമായിട്ട് തുടങ്ങുകയാണ്. എലിപ്പനി എന്ന് പറഞ്ഞ് കേരളത്തിൽ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആളുകളൊക്കെ പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. 22 പേര് കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, 25 പേര് കിടക്കുന്നു, 11 പേര് മരിച്ചു. ഓരോ ദിവസവും മെഡിക്കൽ കോളേജിൽ നിന്ന് മരണം ആംബുലൻസുകൾ ഓടുന്നു. ഭയങ്കരമായിട്ട് എലിയെ കൊന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് 5 രൂപ 10 രൂപ പഞ്ചായത്തുകൾ കൊടുക്കുന്നു. എന്ത് ബഹളമായിരുന്നു അത്! ചെറിയൊരു രോഗം കണ്ട അപ്പം പോയി മരുന്ന് കഴിക്കുന്ന ഒരു പ്രബുദ്ധമായ കേരളത്തിന്റെ ദുരവസ്ഥയായിരുന്നു. ചെറിയ പനി കണ്ട എല്ലാവരും പോയി പാരാസിറ്റമോൾ മേടിച്ചു കഴിക്കും, ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ എടുക്കുകയും. ആ ഒരു കാലഘട്ടത്തിലാണ് പാരാസെറ്റമോൾ എലിവിഷമാണ്, പനിക്ക് മരുന്ന് കഴിക്കരുത് എന്നുള്ളൊരു പ്രചരണം 2002. ഇപ്പോ വാക്സിന്റെ പേരിൽ നമുക്ക് ഉണ്ടാകുന്ന എതിർപ്പ് പോലെ തന്നെ കഠിനമായ എതിർപ്പ്, അതിനേക്കാൾ കൂടിയ പരിഹാസമാണ് ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു എലിയല്ല എലിപ്പനി ഉണ്ടാക്കുന്നത്, പാരാസെറ്റമോളാണ് ആളെ കൊല്ലുന്നത്. ഭയങ്കരമായിട്ട് എതിർപ്പ്. അഴീക്കോട് സാറിൻ്റെ അടുത്തൊക്കെ ഡോക്ടർമാർ പരാതി കൊണ്ട് ചെന്നിട്ട് അഴീക്കോട് സാർ എന്നെ ഇരുത്തി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച്, എന്താണ് ജേക്കബ് ചെയ്യുന്നത്, എൻ്റെ പേര് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പേര് ഉപയോഗിക്കാൻ ജേക്കബിനെ സമ്മതിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ തോന്നിവാസം ചെയ്യാവോ? ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു, സാറേ പാരാസെറ്റമോൾ എലിവിഷമാണ്. എന്താ പറയുന്നത്, ഡോക്ടർമാർ ഇത്രയും പഠിച്ച ഡോക്ടർമാർ എലിവിഷമൊക്കെ എടുത്ത് മനുഷ്യന് കൊടുക്കുമോ? ഭയങ്കരമായിട്ടുള്ള. ഇപ്പൊ മാത്രമേ എൻ്റെ പേര് രക്ഷാധികാരി സ്ഥാനത്ത് വന്നു. അത് സാറേ ഞാൻ എലിവിഷം ഒന്ന് തെളിയിക്കാം. സാറേ എങ്ങനെ തെളിയിക്കും? സാറേ ഞാൻ തെളിയിക്കാം, 4 ദിവസം എനിക്ക് തരണം. തന്നു. സാറിന്റെ ഡ്രൈവർ സുരേഷിനെ പറഞ്ഞയച്ച് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 5 പാരാസെറ്റമോൾ മേടിച്ചു.
അതിൽ 2 എടുത്ത് പൊട്ടിച്ചിട്ട് ചോറിലങ്ങ് പൊടിച്ച് ചേർത്തു, കുഴച്ചു. സാറിൻ്റെ പ്രശസ്തനായ കുക്ക് ഉണ്ണി നായർ ഉണ്ടല്ലോ, ഉണ്ണി നായർ വളരെ വലിയൊരു കഥാപാത്രമായിരുന്നു ആ സമയത്ത്. എന്നുവെച്ചാൽ പത്രക്കാരി ചോദിച്ചു ഉണ്ണി നായരോട്, ഉണ്ണി നായരെ ഈ സാറ് എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഓ, കാലത്തെ കുളിയും കഴിഞ്ഞ് തുണിയും മാറിയിട്ട് ഇവിടുന്ന് പോവും, എങ്ങാണ്ടൊക്കെ പോയി പ്രസംഗം എന്നാ പറയണത്. പിന്നെ എപ്പോഴെങ്കിലും പാതരായിട്ട് വരും, വന്നു കഴിഞ്ഞാൽ ഇരുന്ന് എഴുതണത് കാണാം. ഇതായിരുന്നു ഉണ്ണി നായരുടെ അഴീക്കോട് സാറിനെ കുറിച്ചുള്ള വിലയിരുത്തൽ. പിന്നെ ഒരു ദിവസം സാറ് വന്നപ്പോൾ പറഞ്ഞു, ഒരു ആന്റണി വിളിച്ചിരുന്നു. ആന്റണിയാണ്, തിരുവനന്തപുരത്ത് നിന്നാണെന്നാ പറഞ്ഞത്. അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് വിളിച്ചത്. ഉണ്ണി നായർക്ക് എന്താ എ കെ ആന്റണി, ഏതോ ഒരു ആന്റണി വിളിച്ചിരുന്നു. എവിടുന്ന്? അത് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിച്ചതെന്ന് പറഞ്ഞത്. അതെ, മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് പാവം. അപ്പോൾ ഉണ്ണി നായർ എടുത്ത് കൊടുത്തു. 2 പാരാസിറ്റമോൾ പൊടിച്ച് ചോറിലങ്ങ് കുഴച്ചിട്ട് ഉണ്ണി നായരുടെ അടുത്തോട് പറഞ്ഞു, ഇത് അടുക്കളയിൽ എവിടെയെങ്കിലും തുറന്നു വെച്ചൊക്കെ എടുക്കരുത്, തുടരുത്. പിന്നെ തൊടില്ലെന്ന് തോന്നി. 4ാമത്തെ ദിവസം അടുക്കളയിൽ സഹിതം 5-8 എലികളാണ് ഇത് തിന്ന് ചത്തു വീണത്. അതോടെ അഴീക്കോട് സാറ് മനസ്സിലായി, ഡോക്ടർമാർ പറയുന്നിടത്തല്ല സത്യം, നമ്മൾ പറയുന്നിടത്താണ്. പിന്നീട് മരിക്കുന്നത് വരെ ഞാൻ നടത്തിയിട്ടുള്ള നിശിതമായ വിമർശനങ്ങളുണ്ട് ഡോക്ടർമാരുടെ നേരെ. അത് കഴിഞ്ഞ് അഴീക്കോട് സാറ് എന്നെയും കടത്തി വെട്ടിയിട്ട് ഡോക്ടർമാർ കൊലയാളികളാണ് ഒരു മുഖ്യ പ്രസ്താവന അഴീക്കോട് സാർ നടത്തി. മന്ത് മരുന്ന് കൊണ്ടുവന്നപ്പോ മന്താണ് ഭേദം, മരുന്നിനേക്കാൾ മരുന്നിനേക്കാൾ മന്താണ് ഭേദം എന്ന് പറഞ്ഞ് ലേഖനം എഴുതി സാറ്. അതോടെ മന്ത് മരുന്നിന്റെ കഥ കേരളത്തിൽ കഴിഞ്ഞു. ഡോക്ടർമാർ കൊലയാളികളാണെന്ന് പറഞ്ഞതിന് IMA കേസ് കൊടുത്തു. അഴീക്കോട് സാറിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തു. IMA കൊലയാളികളുടെ സംഘമാണ് എന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കോട്ടയം കോടതിയിലാണ് കേസ് കൊടുത്തത്. അപ്പോൾ അഴീക്കോട് സാറിനെ കോടതി കയറ്റി നിർത്തി ഒന്ന് വക്കീലിൽ നിന്ന് പെരുമാറുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ആരോഗ്യമന്ത്രി എന്നെ വിളിപ്പിച്ചതുപോലെ അകമ്പുറം വന്നിട്ട് മാതൃഭൂമിയുടെ വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ സമയം തരാവുന്ന പോലെ പെരുമാറുക എന്നുള്ളൊരു ലക്ഷ്യമാണെന്നുള്ളത് മനസ്സിലായി. അഴീക്കോട് സാറിനെ കോടതി കയറ്റുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു. അഴീക്കോട് സാറിന് ഏത് കേസുണ്ടെങ്കിലും അപ്പീലിക്ക് ഫോൺ വരും. ഞാനാണ് ആ കേസുകൾ, സാറിൻ്റെ കേസുകൾ മുഴുവൻ വക്കീലിൽ സുഗുണപാലം വക്കീലിന് ചില അഭ്യുദയകാംക്ഷികളുണ്ട്. ഞങ്ങളെല്ലാവരും കാണിച്ചു സാറിനെ കോടതി കയറ്റലാണ് അവരുടെ ലക്ഷ്യം. സാറിനെ കോടതി കയറ്റരുത്, പക്ഷെ സാറിൻ്റെ പേരിലാണല്ലോ കേസ്. സാറിന് പകരം ജേക്കബ് പോയി കയറുക കോടതിയിൽ. അതെങ്ങനെയാ പറ്റുക? അതൊക്കെ പറ്റുമോ? അതൊക്കെ സാറിന് വളരെ വേണ്ടപ്പെട്ട ഒരു റിട്ടയർഡ് ജസ്റ്റിസ് വഴിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ IMA കൊലയാളികളുടെ സംഘമാണ് എന്ന് സാറ് പറഞ്ഞു എന്നുള്ളൊരു ആരോപണത്തിന്റെ പേരിൽ കോട്ടയം കോടതിയിൽ ഉണ്ടായിരുന്ന കേസിൽ സാറിന് വേണ്ടിയിട്ട് സാറിന്റെ ഭാഗം പറയാൻ ഞാനാണ് ഹാജരായത്. ഇപ്പോൾ കോടതി കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കമ്മീഷന്റെ മുമ്പിൽ IMA ഒരു CD കൊണ്ടുവന്നു, തെളിവ്. ഇപ്പോൾ TV എല്ലാം വെച്ചു, CD ഇട്ടു. സാറ് ഇങ്ങനെ കാത്തി കയറുന്ന പ്രസംഗമാണ്. അപ്പോൾ എന്നോടുള്ള ആദ്യത്തെ ചോദ്യം, ഇത് അഴീക്കോട് സാറ് തന്നെയല്ലേ? ഞാൻ പറഞ്ഞു ഇതിലെ ശബ്ദം ക്ലിയർ അല്ല, ക്ലിയറായിട്ട്. അപ്പോൾ കമ്മീഷൻ പറഞ്ഞു ക്ലിയർ അല്ല. അപ്പോൾ അന്ന് നീട്ടി. പിന്നെ ഒരു ദിവസം വെച്ചു. അന്ന് അവർ കുറേ കൂടെ നല്ല സിസ്റ്റം കൊണ്ടുവന്നു. അതിൽ CD ഇട്ടു. അപ്പോൾ സാറിന് പ്രസംഗം വരികയാണ്, ഇത് അഴീക്കോട് സാറ് തന്നെയല്ലേ? അങ്ങനെ സംശയമുണ്ട്. എന്ത് സംശയം? സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ 10-12 മിമിക്രിക്കാരുണ്ട്. അഴീക്കോട് സാറിനേക്കാൾ നന്നായിട്ട് സാറിനെ പോലെ പ്രസംഗിക്കുവര് ആ ജയരാജ്. അതുകൊണ്ട് ഈ ശബ്ദം അഴീക്കോട് സാറിന്റെ തന്നെയാണോ ഇല്ലെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക? അത് ടെക്നിക്കൽ എക്സ്പെർട്സ് ആരെങ്കിലും വിദഗ്ധന്മാർ പറയേണ്ടതാണ്. പിന്നെ അപ്പൊ ഈ കാണുന്ന ചിത്രോ അതും സംശയമുണ്ട്. അതെന്ത് സംശയം? വക്കീലൊക്കെ ദേഷ്യം പിടിച്ചു. നിങ്ങൾ ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നുണ പറയുകയാണോ? ഗാന്ധിയന്മാർ നുണ പറയുകയാണോ? ഞാൻ പറഞ്ഞു എനിക്ക് സംശയമുണ്ടെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഞാൻ പറഞ്ഞില്ല ആണെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു കാലത്തും അഴീക്കോട് സാറിന് ഇത്രയും തടി ഉണ്ടായിട്ടില്ല. ഇതിൽ ഭയങ്കര തടിയാ കാണുന്നത്.
സാർ എന്നേക്കാളും വലിഞ്ഞതാ. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ പറയണത്? പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ സാധനമാവാനാണ് സാധ്യത. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ സാറിൻ്റെ പ്രസംഗം എടുത്തിട്ട് സ്റ്റേജിലുണ്ടായിരുന്ന ആളേക്ക് ഒഴിവാക്കി. കാരണം സ്റ്റേജിൽ എഞ്ചിനീയേഴ്സിൻ്റെ കൊല്ലത്ത് നടന്ന മീറ്റിങ്ങിലാണ് ഈ പ്രസംഗം നടത്തിയത്, കരുനാഗപ്പള്ളിയിലോ കൊല്ലത്തോ. സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളും കൂടി ഉണ്ടെങ്കിൽ അവരെല്ലാം വിളിപ്പിക്കും സാക്ഷികളായിട്ട്. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞ കേസ് വിളിക്കും. അതുകൊണ്ട് അവരെ ഒഴിവാക്കി. പിന്നെ ഈ ബാനർ, എവിടെയാണ് പ്രസംഗിച്ചതെന്നുള്ള ബാനർ മറയ്ക്കാൻ ഇതുപോലെ ഒരു നീല നിറത്തിലുള്ള കർട്ടൻ ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ലോകത്തൊരിടത്തും പ്രസംഗിക്കുന്ന ആളുടെ ദേഹത്ത് മുട്ടുന്ന രീതിയിൽ ഒരു ബാക്ക് കർട്ടൻ ഉണ്ടാവില്ല. അഴീക്കോട് സാറാണെങ്കിൽ മൈക്കുകാരൻ അവിടെ ഇരുന്നൊന്ന് അനങ്ങി കഴിഞ്ഞാൽ അപ്പം ചൂടാകും. മര്യാദ കൂടി ഇരിക്കണം, താൻ തൻ്റെ പണിയെടുത്ത് അവിടെ ഇരുന്നാൽ മതി, പ്രസംഗം ഞാൻ നടത്തിക്കോളാം, സൗണ്ട് കൂട്ടണം കുറക്കണമെങ്കിൽ എനിക്കറിയാം, താൻ അവിടെ കിടന്ന് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ നേരെ ചാടണതാണ്. ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. പിന്നെ കോടതി കേസ് തള്ളി. അപ്പൊ എന്ത് പറ്റി? IMA ഡോക്ടർമാരുടെ കൊലയാളികളുടെ സംഘമാണ് IMA എന്ന് സാറ് പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് അവര് കോടതി കൊടുത്ത കേസ്, മാനനഷ്ട കേസ് തള്ളിക്കളഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞത് ശരിയാണ് എന്നൊരു രീതിയിലായി കാര്യങ്ങൾ. പിന്നെ IMA അതിന്റെ പുറത്ത് അപ്പീലിന് പോയില്ല. ഇപ്പോ പാരാസെറ്റമോൾ എലിവേഷമാണ് എന്നൊരു ചിന്ത ഞങ്ങൾ കേരളത്തിന്റെ ഉള്ളിലേക്ക് ബോംബ് പോലെ ഇട്ട് പൊട്ടിച്ചത് 2002-ലാണ്. പനിക്ക് മരുന്ന് കഴിക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇന്നിപ്പോ ഡോക്ടർമാർ നമ്മളോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പനിയുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടി, മരുന്ന് വിൽപ്പന കൂട്ടാൻ വേണ്ടി മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ നടത്തിയ ആ ആഘോഷം അത് ഞങ്ങൾ പൊളിച്ചു കൊടുത്തു. എലിപ്പനി, ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞുള്ള ഭീകരത പിന്നെ കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എവിടെയെങ്കിലും പുതിയൊരു രോഗം, പന്നിപ്പനി, പക്ഷിപ്പനി, കോഴിപ്പനി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോകും, പഠനം നടത്തി. ആ ഒരു കാലഘട്ടത്തിലെ ബിസിനസ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ കുട്ടനാടിലെ കോഴിപ്പനി, എന്താണ് താറാവ് പനി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോയി താറാവിനെയൊക്കെ വെറുതെ ചാക്കിലാക്കിയിട്ട് കെട്ടി മണ്ണിൽ കുഴിച്ചു വെക്കുമ്പോൾ അതിൻ്റെ കരച്ചിലും ഒക്കെ കൂടിയുള്ളതെല്ലാം ഞങ്ങൾ വീഡിയോ എടുത്തിടുകയും ഇത് താറാവ് പനിയല്ല, മദ്യം നിർത്തലാക്കിയപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റുകൾ വാങ്ങുന്നത് കുറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷിപ്പനി എന്ന് പറഞ്ഞ ഉടനെ ടൂറിസ്റ്റുകളെല്ലാം ക്യാൻസലാക്കി, വരവ് ക്യാൻസലാക്കി. അങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പായിരുന്നു എന്നൊക്കെ തെളിയിക്കാൻ, അങ്ങനെ പല രീതിയിലുള്ള ഒരു പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അപ്പൊ ഇത് കള്ളപ്പണമല്ലേ? ആത്മീയ നേതാക്കന്മാർ എന്തിനാണ് കള്ളപ്പണം ഉണ്ടാക്കുന്നത്? ഇവരിതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഈ ചോദ്യം നമ്മുടെ കേരളത്തിന് മുമ്പിൽ ഇട്ടു. അത് വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ആയിട്ട് ഏതാണ്ട് 1 കോടിയോളം ആളുകളുടെ ഇടയിലേക്കാണ് പോയത്. ഇതിപ്പോൾ കേരള സർക്കാർ ആശുപത്രികളിലെ ഇത്തരത്തിലുള്ള കൊള്ളയടിക്കെതിരെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, ഈ കാശ് വാങ്ങുന്നതിനെ കുറിച്ച് പരിശോധിക്കാനായിട്ട്. ഈ വേദിയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അനാവശ്യ ചികിത്സകൾ, അനാവശ്യ ഓപ്പറേഷനുകൾ, ഇതിന് ഓഡിറ്റിംഗ് വേണം. ഒരാശുപത്രിയിൽ ഹൃദ്രോഗിയുടെ സർജറി ചെയ്തിട്ട് ആ സർജറി ചെയ്യുന്നതിൽ പകുതി ആളുകളും വലിയ താമസമില്ലാണ്ട് ചത്തുപോവുകയാണെങ്കിൽ, അവർക്കെല്ലാം ഗതികേടുകളാണെങ്കിൽ, ആ ആശുപത്രിയിൽ ആ ഡോക്ടർമാർ ഇനി മേലിൽ സർജറിക്കുള്ള പണി നടത്തണ്ട എന്ന് പറയാൻ സമൂഹത്തിന് സാധിക്കണം, അധികാരത്തിന് സാധിക്കണം. നമ്മുടെ നല്ലൊരു ശതമാനം ആശുപത്രിയിലും അത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, വയറ്റിൽ ക്യാൻസർ ആയിരുന്നു, തുറന്നു നോക്കിയപ്പോൾ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്, തിരിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊലപാതകത്തിന് ആ ഡോക്ടർക്കെതിരെ കേസെടുക്കേണ്ടതാണ്. അവർ സ്കാൻ ചെയ്തിട്ടല്ലേ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ലേ. ഇതൊക്കെ തട്ടിപ്പ്, ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് മാത്രമാണ്. ആ കാശ് ഇരുമ്പ് പിടിച്ച വെള്ളം പിന്നെ പുറത്തു വരില്ല. ഈ 1 കൊല്ലമായിട്ട് നമ്മൾ ഈ പ്രഭാഷണ വേദിയിൽ ഉന്നയിച്ച നിരവധി കാര്യങ്ങളിൽ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള മെഡിക്കൽ കോളേജിലെ സീറ്റിന് വേണ്ടിയിട്ടുള്ള കാശ് പിരിവ്, അതൊക്കെ ഇപ്പോഴത്തെ സർക്കാർ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ആരോഗ്യ നയം കൊണ്ടുവരാനായിട്ട് അവർ നീക്കം നടത്തുന്നുണ്ട്. അതിലിരിക്കുന്ന ആളുകളെല്ലാം മറ്റേ നയക്കാരാണ്. പക്ഷെ എന്തായാലും കൊണ്ടുവരട്ടെ, അതിനെ നമുക്ക് ജനകീയമായി ചർച്ചയ്ക്ക് വിധേയമാക്കാൻ സാധിക്കും, അതിന് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കും. എന്തെല്ലാം പറഞ്ഞാലും ഇപ്പൊ കയറിയിരിക്കുന്ന സർക്കാർ ജനങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വില കൊടുക്കുന്നുണ്ട്. ആദ്യം പതിരപ്പള്ളി വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആളുകളെല്ലാം കൂടി എല്ലാം പറഞ്ഞപ്പോൾ പതുക്കെ ഓരോ കാര്യത്തിലും. അതുകൊണ്ട്
അതിശക്തമായ ജനകീയ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് തന്നെയാണ്, സത്യത്തിന് വേണ്ടി സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. അപ്പോൾ വളരെ വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ നമ്മൾ. ഇപ്പോൾ വാക്സിനേഷനെതിരായിട്ട് നമ്മൾ ബാക്കി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവർക്കൊന്നും എതിർപ്പില്ല, അതെല്ലാം പതുക്കെ 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 അംഗീകരിച്ചു വരികയാണ്. നമ്മൾ 25-30 കൊല്ലം മുമ്പ് പ്ലാസ്റ്റിക്കിനെതിരെ പറഞ്ഞപ്പോൾ പരിഹസിച്ചിരുന്ന ആളുകൾ കീടനാശിനികൾ ഉപയോഗിക്കരുത്, രാസവളം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരാരുമല്ല, നമ്മളാണ്. ഇപ്പൊ അവരത് ഏറ്റെടുത്തു. നമ്മൾ 10 കൊല്ലം മുമ്പ് പറയുന്നതാണ് അവർ 10 കൊല്ലം കഴിയുമ്പോൾ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ അവർ പറയുന്നത് മനുഷ്യരിൽ കീടനാശിനിയാവാം, സസ്യങ്ങളിലാവാൻ പാടില്ല. അതുകൊണ്ട് അവർ ജൈവ കൃഷി ചെയ്യുന്നു, ജൈവ പച്ചക്കറികൾ വിൽക്കുന്നു. അതുകൊണ്ട് സസ്യങ്ങളിൽ രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാൻ പാടില്ല, മനുഷ്യരിൽ ആവാം. അവർ നിസ്സഹായരാണ്. ഭരിക്കാൻ കയറിക്കഴിഞ്ഞാൽ ഒരു നിസ്സഹായതയുണ്ടല്ലോ, നമുക്കത് മനസ്സിലാവില്ല. എനിക്ക് ഒരു 5 കൊല്ലം മുമ്പ് 5 കൊല്ലം അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ടോപ്പ് അധികാരത്തിൻ്റെ കൂടെ തന്നെ നിൽക്കാനും അതിനുള്ളിൽ നടക്കുന്ന നാടകങ്ങൾ കാണാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഭാഗ്യവും നിർഭാഗ്യവും. പെപ്സിക്കെതിരാണ് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ, കുത്തക വ്യാപാരങ്ങൾ. KFCയുടെ ഹോട്ടലുകൾ ഇങ്ങനെ വരുന്ന കാര്യത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ആർക്കും തന്നെ യോജിക്കൊന്നുമില്ല. പക്ഷെ എതിർക്കാൻ പറ്റുമോ? നമുക്ക് എതിർക്കാം, പക്ഷേ പിണറായി വിജയൻ എതിർക്കാൻ സാധിക്കില്ല, മോഡിക്ക് എതിർക്കാൻ സാധിക്കില്ല. കണ്ണടച്ചുകൊണ്ട് ഉള്ള ഭരിക്കാൻ കിട്ടിയേക്കുന്ന മേഖലയിട്ട് ഭരിക്കുക മാത്രമല്ലാതെ WTO ഗാട്ട് കരാറിൻ്റെ അപ്പുറത്ത് കയറി അതിന് കയറിയൊന്നും ഭരിക്കാൻ ഇവർക്ക് അവകാശമില്ല. ഇവരൊക്കെ അടിമകളാണ്. നമ്മുടെ നേരത്ത് കിടന്നവർക്ക് ഭയങ്കര കസർത്ത് കാണിക്കാം. ആരോഗ്യമന്ത്രിക്ക് വടക്കഞ്ചേരി വ്യാജനാണെന്നും അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കുമെന്നൊക്കെ ഇങ്ങനെ പറയാം. പക്ഷെ ബിൽ ഗേറ്റ്സിനെ ഉള്ളിലാക്കുമെന്ന് പറയാൻ പറ്റുമോ ആരോഗ്യമന്ത്രിക്ക്? കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് പറ്റുമോ? ഗുജറാത്തിലെ 30,000 പെൺകുട്ടികളിലാണ്, ആദിവാസി പെൺകുട്ടികളിലാണ് ബിൽ ഗേറ്റ്സ് ഒരു പുതിയ വാക്സിൻ പരീക്ഷിച്ചത്. അതിൽ 7 കുട്ടികളാണ് മരിച്ചത്. ഈ കുട്ടികളുടെ അനുവാദമൊന്നും ആരും മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. 2 രക്ഷാകർത്താക്കള് 20,000 കുട്ടികളുടെ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റൽ വാർഡൻ ബാക്കിയുള്ള കുട്ടികൾ ഒരു 3000-ഓളം കുട്ടികളുടെ സമ്മതപത്രം ഹോസ്റ്റൽ വാർഡനാണ് ഒപ്പിട്ട് കൊടുത്തേക്കുന്നത്. ഇപ്രാവശ്യത്തെ ജീവിതത്തിൽ സുപ്രീം കോടതിയിൽ കേസ് പത്മവിഭൂഷൺ ബിൽ ഗേറ്റ്സിന്റെ വാക്സിൻ പരീക്ഷണം 30,000 ആദിവാസി പെൺകുട്ടികൾ, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ബിൽ ഗേറ്റ്സ് പോയി വാക്സിൻ കിട്ടിയിട്ടില്ല. ബിൽ ഗേറ്റ്സ് ഒരു $20,000 കോടി പാത്ത് എന്ന് പറഞ്ഞ് ഇന്ത്യയിലുള്ള അദ്ദേഹം ഉണ്ടാക്കിയപ്പോൾ ഒരു സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പാത്ത് എന്ന് പറഞ്ഞ സംഘടന ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചുമായിട്ട് ചേർന്ന് വാക്സിൻ പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് അനുവാദം മേടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പുതിയൊരു മരുന്ന് പരീക്ഷിച്ചൊന്നും ടെക്നിക്കലായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇത് പുതിയ മരുന്നല്ല, പരീക്ഷണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ അംഗീകാരമുള്ളതുകൊണ്ട് പാത്തും രക്ഷപ്പെട്ടു, ICMR രക്ഷപ്പെട്ടു. എന്നാലും പാർലമെന്റ് കമ്മിറ്റിയൊക്കെ പോയിട്ട് അവിടെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാർലമെന്ററി കമ്മിറ്റി ഭയങ്കരമായ നിയമലംഘനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കഠിനമായ നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് വളരെ കഠിനമായ ഒരു നടപടി ബിൽ ഗേറ്റ്സിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് എടുത്തു. ഈ പാത്ത് എന്ന് പറയുന്ന സംഘടനയ്ക്ക് കഠിനമായ പദങ്ങളുള്ള ഒരു കത്തങ്ങൾ എഴുതി സർക്കാർ. 7 കുട്ടികൾ മരിച്ചതല്ലേ? 30,000 ആദിവാസി കുട്ടികളിൽ എന്താ ഈ ഭാവിയിൽ നടക്കാൻ പോകുകയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മരുന്ന് പരീക്ഷിച്ചതല്ലേ? അതികഠിനമായ കത്താണ് എഴുതിയേക്കുന്നത്. ഇതിനെയൊക്കെ ശരിയാക്കി കളയോടാ, മേലിൽ ഇങ്ങനെയൊന്നും ചെയ്തു പോകരുത് കത്ത് എഴുതിയത് നടപടി. ബിൽ ഗേറ്റ്സ് ഒക്കെ നടത്തുന്ന, റോക്ക്ഫെല്ലർ നടത്തുന്ന, അമേരിക്കൻ ഗവൺമെന്റ് പറഞ്ഞിട്ട് നടത്തുന്ന വികസന പരിപാടികൾക്കും ഇതുപോലുള്ള പരിപാടികൾക്ക് എതിരെയൊന്നും നമ്മുടെ സർക്കാരിന് ഭരിക്കാൻ പറ്റില്ല. സർക്കാരും ഭരിക്കലും മേലും നമ്മുടെയൊക്കെ തലയുടെ മുന്നിൽ മാത്രം നടക്കുള്ളൂ. പക്ഷെ നമ്മൾ ഒന്നിച്ചു നിന്ന് സത്യത്തിന് വേണ്ടി ശബ്ദിച്ചാൽ അതും നടക്കില്ല. അമേരിക്കൻ വാക്സിനുകളിൽ നിന്നും റഷ്യൻ ജനതയെ രക്ഷിക്കുക, വ്ളാദിമിർ പുടിൻ. നാഷണൽ ജീവിതത്തിലെ മെയിൻ ഒരു ആർട്ടിക്കിളാണ്. അങ്ങേർക്ക് തിരിച്ചറിവുണ്ടായി. കാരണം ഏറ്റവും നല്ല ചാരപ്രവർത്തനം അമേരിക്കയ്ക്കെതിരെ നടത്താൻ റഷ്യക്ക് കഴിയും.
ലോക ജനതയെ സൈക്കോളജിക്കൽ റോബോട്ടുകളാക്കാൻ. ഇന്നത്തെ ചെറുപ്പക്കാർ എങ്ങനെ ജീവിക്കണമെന്ന് ആരാ തീരുമാനിച്ചിരിക്കുന്നത്? ബിൽ ഗേറ്റ്സ്. സകലതും സൈക്കോളജിക്കൽ റോബോട്ടുകളാണ്. നടക്കണ വഴി, ഇരിക്കണ വഴി, കിടക്കണ വഴി ഇരിപ്പിടുന്നത് തന്നെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് അവരൊരു സോഷ്യൽ ലൈഫും ഇല്ല, ഒരു പൊളിറ്റിക്കൽ ലൈഫും ഇല്ല. അമേരിക്കൻ ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾ നടക്കുന്നത് കണ്ടാൽ 10-20 കുട്ടികൾ താറാക്കൂട്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണില്ല. എല്ലാം ഇതിൽ തന്നെയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി മനുഷ്യവംശം പോകില്ല എന്ന രീതിയിൽ കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുകയാണ് ബിൽ ഗേറ്റ്സിന്റെ പദ്ധതിയിൽ. അതുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറയുകയാണ്, ലോക ജനതയെ സൈക്കോളജിക്കൽ റോബോട്ട്സ് ആക്കാൻ വേണ്ടി വാക്സിനുകൾ, മരുന്നുകൾ, ജനിതക മാറ്റം വരുത്തിയ ഭക്ഷണ സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ഇത് അമേരിക്ക ഉപയോഗിക്കുന്നു. അമേരിക്കൻ സർക്കാരും അവരുടെ ഏജൻസികളും സന്നദ്ധ സംഘടനകളും കൂടെ ചേർന്നിട്ട് $2-3 വേണ്ടി എന്തും പറയാനും എന്തും ചെയ്യാനും മടിക്കാത്തവരാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. എന്തു വില കൊടുത്തും റഷ്യൻ ജനതയെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രവർത്തനങ്ങളാണ് അവിടെ പുടിൻ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല, പുടിൻ്റെ കാറിനെതിരെ വേറൊരു കാർ കൊണ്ടുവന്ന് ഇടിച്ച് ഡ്രൈവർ മരിച്ചു. ഭാഗ്യത്തിന് ഇദ്ദേഹം കാറിലുണ്ടായിരുന്നില്ല. വധശ്രമം അദ്ദേഹത്തിന് നേരെ നടന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു വധശ്രമം നടക്കുമ്പോൾ ലോക ജനതയെ ഇങ്ങനെ സൈക്കോളജിക്കൽ റോബോട്ടുകളാക്കാൻ വേണ്ടിയുള്ളൊരു ഇത് നടക്കുമെന്നൊക്കെ പറയുമ്പോൾ നെറ്റി വിളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഹ്യൂഗോ ഷാവേസ്, വെനിസ്വേലൻ പ്രസിഡന്റ് ആയിരുന്ന ഷാവേസ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യവും നമ്മൾ ഈ മാസികയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: ക്യാൻസർ ബാധിതരായി കഴിഞ്ഞപ്പോൾ എന്താണ് ലാറ്റിൻ അമേരിക്കൻ നേതാക്കന്മാർ നമുക്ക് എല്ലാവർക്കും ക്യാൻസർ പിടിക്കുന്നത്? 5ാമത്തെ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം ക്യാൻസർ പിടിച്ച 5ാമത്തെ ആൾ. അവരെല്ലാവരും പേരും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ക്യാൻസർ രോഗികളാക്കാനുള്ള കുതന്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇടത് നേതാക്കൾ ജാഗ്രത പാലിക്കണം. ഫിഡൽ കാസ്ട്രോ ഇദ്ദേഹത്തോട് പറഞ്ഞു, മുമ്പേ പറഞ്ഞിരുന്നതാണ്, അദ്ദേഹം ഓർക്കുന്നു, നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും ശ്രദ്ധിച്ചോളണം. അവര് എനിക്ക് 2 പ്രാവശ്യം വിഷം നിന്ന് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കാസ്ട്രോ ഷാവേസിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ അടിമകളാണ്. അവർക്ക് അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ സാമ്പത്തിക കളികൾക്ക് അപ്പുറത്തേക്ക് പോകുക സാധ്യമല്ല. ആ ബാങ്കിങ്ങിന്റെ തുടർച്ചയായ ബാങ്കുകളിലേക്ക് നമ്മുടെ ബാങ്കുകളെ വിട്ടുകൊടുക്കലല്ലാതെ, ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന സാമ്പത്തിക കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കലല്ലാതെ, ബിൽ ഗേറ്റ്സിന്റെ വാക്സിൻ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ എറിഞ്ഞിട്ട് കൊടുക്കലല്ലാതെ സാധ്യമല്ല. KFC വേണ്ട എന്ന് പറയാൻ, മക്ഡൊണാൾഡ്സിന്റെ വിദേശ ജങ്ക് ഫുഡ് കടകൾ പാടില്ല എന്ന് പറയാൻ കേരള സർക്കാരിന് സാധിക്കുമോ? ഇഷ്ടമുണ്ടായിട്ടാണോ നടക്കുന്നത്? അല്ല, സമ്മതിച്ചേ നിവൃത്തിയുള്ളൂ. വേറൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഉണ്ട്. ആ ഗതികോടുകൂടെ മനസ്സിലാക്കിയിട്ട് തിരിച്ചറിഞ്ഞിട്ട് ലോക ജനസംഖ്യയെ കുറയ്ക്കാനുള്ള ഡീപ് പോപ്പുലേഷൻ അജണ്ട, ന്യൂ വേൾഡ് ഓർഡർ, പുതിയ ലോകം എങ്ങനെ ഇരിക്കണം, റോക്ക്ഫെല്ലറും ബിൽ ഗേറ്റ്സും തെറ്റിയോടും എല്ലാവരും കൂടെ തീരുമാനം പണ്ടേ എടുത്തിട്ടുള്ളതാണ്. കുടുംബാസൂത്രണത്തിലൂടെയൊക്കെ ഷേപ്പ് ചെയ്ത് പ്രൂൺ ചെയ്ത് ജീവിക്കാൻ സാമ്പത്തികമൊക്കെ ഉള്ളവർ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ന്യൂ വേൾഡ് ഓർഡർ. നിങ്ങളത് കമ്പ്യൂട്ടറിലൊക്കെ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കിട്ടും. എയ്ഡ്സ്, ഇംഗ്ലീഷ് മരുന്നിൻ്റെ രോഗം, പെൻഡഗണിൻ്റെ ആയുധം എന്നുള്ള പുസ്തകത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം 200, അത് മാത്രം നിങ്ങളൊന്ന് നെറ്റി നോക്കിയാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ജീവിച്ചിരിക്കണോ ജാഗ്രത പാലിക്കണം. കോള കുടിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ട് രോഗങ്ങൾ മാറ്റാമെന്നോ അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് രോഗങ്ങൾ മാറ്റാമെന്ന് കരുതുന്ന ആരെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? തലയിൽ ചകിരിച്ചോറിരിക്കുന്നവർ പോലും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നില്ല. പ്രമേഹം മാറുമോ മരുന്ന് കഴിച്ച്?
ഇല്ല. പ്രമേഹം മാറാത്ത രോഗമാണ്. പിന്നെ എന്തിനാ തീരാത്ത മരുന്ന് കഴിക്കൽ? പ്രഷർ മാറ്റി തരുമോ? അല്ല, പ്രഷർ മാറാ രോഗമല്ല, മരുന്നാണ് മാറാൻ മരുന്ന്. അത് ജീവിച്ചിരിക്കുമ്പോൾ വരെ കഴിച്ചാൽ മതി. അപ്പൊ കൊളസ്ട്രോളോ? അത് മരണം വരെ മരുന്ന് കഴിച്ചാൽ മതി. സുന്ദരമായ പദങ്ങൾ, ഇത്രയും വൈവിധ്യമാർന്ന പദാവലികളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നവർ നമ്മുടെ ഡോക്ടർമാർ മാത്രമാണ്. അവർക്ക് നല്ല സാഹിത്യ കുശലൻ അവാർഡൊക്കെ കൊടുക്കേണ്ടതാണ്. തൃപ്പൂണിത്തുറ രാജാവ് എല്ലാവർക്കും അവാർഡ് ഓണത്തിന് കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് അവാർഡൊക്കെ തീർന്നു. അപ്പോഴാണ് ഒരാൾ ബാക്കിയായത്, പാചകക്കാരന് അവാർഡൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ രാജാവിന് സംഘടനയിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നതല്ലേ. അപ്പോൾ മന്ത്രി ചോദിച്ചു, മന്ത്രി ഇനി വലിയ അവാർഡും ബാക്കിയുണ്ടോ? അപ്പോൾ മന്ത്രി പറഞ്ഞു, ആകെ ഒരു അവാർഡ് ഇനി ബാക്കി ഇരിപ്പുള്ളൂ, പറ്റിയാളില്ലാത്തതുകൊണ്ടാണ്, സാഹിത്യ കുശലൻ അവാർഡ് മാത്രമാണ് ബാക്കി. എന്നാ നിങ്ങൾ കൊടുത്തു പാചകക്കാരന് എന്ന് പറഞ്ഞ പോലുള്ള ഒരവസ്ഥയിൽ ജീവിച്ചിരിക്കണോ, ആരോഗ്യത്തോടെ ആയിരിക്കണോ, ജാഗ്രത പാലിക്കണം. മരുന്നുകളിൽ രോഗം മാറ്റിത്തരുന്ന മരുന്നൊന്നുമില്ല. ടോൺസിൽ തകരാറ് മാറ്റിത്തരുമോ? ആർത്രൈറ്റിസ് മാറ്റിത്തരുമോ? കാൽമുട്ട് തേയ്മാനം മാറ്റിത്തരുമോ? മാറ്റിത്തരും. കാൽമുട്ട് മാറ്റി ആടിന്റെ മുട്ട് വെച്ച് തരും. മരുന്നുണ്ടോ? അതൊന്നുമില്ല. തൈറോയിഡിന്റെ തകരാറിന് മരുന്നുണ്ടോ? മാറ്റിത്തരുമോ? ആസ്തമ മാറ്റിത്തരുമോ? ഹൃദ്രോഗം മാറ്റിത്തരുമോ? മരുന്നുകൊണ്ട് ഇപ്പൊ ഹൃദയം തന്നെ മാറ്റിത്തരാന്നാണ് പറയുന്നത്. കോടികളായിട്ട് തന്നാൽ മതി. മൈഗ്രെയിൻ മാറ്റിത്തരുമോ? സൈനസൈറ്റിസിന് മരുന്നുണ്ടോ? സന്ധിവാദത്തിന് മരുന്നുണ്ടോ? ഏത് രോഗത്തിനാണ് മരുന്നുണ്ട്? യൂട്രസിലുള്ള ഫൈബ്രോയിഡ് മാറ്റിത്തരാൻ മരുന്നുണ്ടോ? കിഡ്നി ഫെയിലിയർ മാറ്റിത്തരാൻ മരുന്നുണ്ടോ? ലിവർ സിറോസിസ് മാറ്റിത്തരാൻ മരുന്നുണ്ടോ? എന്തിനാ മരുന്നുണ്ട്? ഏത് രോഗം മാറാനാണ് മരുന്നുണ്ട്? എല്ലാവരും ഓരോരുത്തരുടെയും വിചാരം എൻ്റെ കാര്യത്തിന് മാത്രമാണ് കഷ്ടം, ബാക്കി ജനങ്ങളുടെയൊക്കെ രോഗം മാറുന്നുണ്ട്, എൻ്റെ രോഗം മാറാൻ മരുന്നില്ലാത്ത ഒരു ഗതികേട് എൻ്റെ കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് ആളുടെ വിശ്വാസം. സത്യത്തിൽ ഒരു രോഗം മാറാനും മരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മരുന്ന് കണ്ടുപിടിച്ചവരുടെ കുഴപ്പമോ മരുന്ന് തരുന്ന ഡോക്ടറുടെ പോരായ്മയൊന്നുമല്ല. രോഗത്തിന്റെ കാരണം മാറ്റിയാലേ രോഗം മാറുള്ളൂ. അതുകൊണ്ടാണ് രോഗത്തിന്റെ കാരണം പരിഹരിക്കാതെ ഒരു രോഗത്തെയും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ചുമയുള്ളപ്പോ ചുമയുടെ കാരണം കഫമാണ്, കഫത്തിന്റെ കാരണം തെറ്റായ ഭക്ഷണമാണ്. ആ തെറ്റായ ഭക്ഷണത്തെ എന്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കി തിരുത്തിയാൽ കഫം മാറും, ചുമ മാറും. ഇതേ ഉള്ളു വഴി. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നെടുത്ത് കഴിക്കാം, ചുമ മാറും, പക്ഷെ കഫം അവിടെ കിടക്കും. തെറ്റായ ഭക്ഷണം തുടരുന്നു എന്നുള്ളത് കൊണ്ട് കഫം കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ ചുമച്ച് കഫം തെറിച്ച് പുറത്തു പോകാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചുമ അറിയപ്പെടുന്നു, സന്തോഷമായി. ജലദോഷമുണ്ട്, മൂക്കിലൂടെ ചീറ്റി ചുമച്ച് തുമ്മി, ആ കാരണങ്ങൾ മാറ്റി അതൊന്ന് മാറിക്കോളും. അതല്ലാതെ നിങ്ങൾ പോയിട്ട് അവിലോ കിവിലോ ഏതെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചാൽ പുറത്തേക്ക് വരുന്നത് നിൽക്കും. കഫം പുറത്തേക്ക് വന്ന് പോകണോ അതോ അകത്തേക്ക് കിടക്കണോ എന്നുള്ളതാണ് ചോദ്യം. കഫം നല്ല സാധനമാണെങ്കിൽ അകത്തേക്ക് കിടക്കണം, കളയാൻ സമ്മതിക്കരുത്. അഥവാ ചുമച്ച് പുറത്തു പോയാലും ഉടനെ എടുത്ത് വിരിച്ച് വിഴുങ്ങിയേക്കണം. മരുന്ന് കഴിച്ച് തടഞ്ഞു നിർത്താമെങ്കിൽ കളയണത് വെറുതെയാണ്, കളയണത് നഷ്ടമാണ്. അല്ല, കഫം മോശമായൊരു സാധനമാണ്, കളയേണ്ടതാണ് ആവശ്യമെങ്കിൽ അതല്ലേ ശരീരം ചെയ്യുന്നത്, കോട്ടയത്ത് വയ്ക്കണം. അപ്പൊ മരുന്ന് കഴിക്കൽ എന്ന് പറയുന്നത് ആ സമീപനം അടിസ്ഥാനപരമായി തെറ്റാണ്. രോഗത്തിന്റെ കാരണം അന്വേഷിക്കണം. പ്രമേഹം ഉണ്ടായിട്ടുണ്ടോ? അതിന് ഭാവിയിൽ നിന്നൊരു പരിഹാരം മരുന്നായിട്ട് ഇങ്ങോട്ട് എടുക്കലല്ല, ഇൻസുലിനായിട്ട് വാങ്ങലല്ല. എന്തുകൊണ്ട് പ്രമേഹം ഉണ്ടായി എന്നുള്ള ചിന്തയിലേക്ക് വിവേകത്തോടെ വരാൻ സാധിക്കണം. എന്തുകൊണ്ട് പ്രമേഹം? പൗരവരുടെ പാരമ്പര്യമൊന്നാണ്. അങ്ങനെയാണെങ്കിൽ 1980 മുമ്പ് 50 കൊല്ലം മുമ്പ് ഈ പാരമ്പര്യം നമ്മുടെ അപ്പൂമ്മമാർക്ക് അവരുടെ അപ്പൂമ്മമാരിലൂടെ ഉണ്ടായിട്ടില്ലല്ലോ. ആദിവാസികൾക്ക് എന്താ പാരമ്പര്യമില്ലേ? ഞങ്ങൾ പ്രകൃതി ജീവന പ്രവർത്തകർക്ക് എന്താ പാരമ്പര്യമില്ലേ? മൃഗത്തിന് പ്രമേഹം ഉണ്ടായിരുന്നോ? സാധാരണ മാഷിനുണ്ടായിരുന്നു. ഭാര്യ ഓമന കുഞ്ഞമ്മ സന്ധിവാദം കൊണ്ട് വയ്യാതെ 5-6 ലക്ഷം രൂപ അക്കാലത്ത് ചിലവാക്കി രക്ഷയില്ലാതെ വന്നപ്പോഴാണ് പ്രകൃതിയിലേക്ക് എടുത്തുകൊണ്ട് വന്ന് കിടത്തിയത്. കൂടെ ബൈസ്റ്റാൻഡറായിട്ട് നിന്നിട്ടാണ് നേച്ചർ ലൈഫ് ചമ്പക്കരയില് പ്രമേഹം
മാറി. നമ്മുടെ ബൈസ്റ്റാൻഡറായിട്ട് നിന്ന് ആ ഭക്ഷണം കഴിച്ചപ്പോഴേ പ്രമേഹം മാറി. എബ്രഹാമോ അദ്ദേഹത്തിൻ്റെ പ്രമേഹം മാറി. പിന്നെ പ്രമേഹം മാറി ആരെങ്കിലും ഉണ്ടോ? മരുന്ന് കഴിക്കാതെ പ്രമേഹം മാറി സുഖമായിട്ടിരിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഏതാ? 8 ദിവസം. എവിടെയാണ് ഇപ്പോ? കല്ലൂർ ഹോസ്പിറ്റലിൽ, നേച്ചർ ലൈഫിൽ കല്ലൂർ ചികിത്സയിലാണോ? 8 ദിവസമായി. എവിടുന്നാ വരുന്നത്? US നിന്ന്. എങ്ങനെ US-ലുണ്ടായിരുന്നാണ് ഇവിടെ വന്ന് വീടാൻ കാരണം? യൂട്യൂബ് വെറുതെയാണോ അവരെന്നത്തെ ഞാൻ വന്നത്? എന്നിട്ടിപ്പോ പ്രമേഹത്തിന്റെ അവസ്ഥ എന്താ? 100 വന്നപ്പോ 270 വളരെ അന്തസ്സുള്ള ഒരു സ്ഥാനത്തായിരുന്നു. ഇപ്പോ 105. 8 ദിവസം കൊണ്ട്. എത്ര കൊല്ലം ഉണ്ടായിരുന്നു പ്രമേഹം? 8 വർഷത്തെ പ്രമേഹം. ഈ നിസ്സാര കാര്യത്തിനല്ലേ 8 കൊല്ലം നമ്മളെ കൊണ്ട് അവർ മരുന്ന് കഴിപ്പിച്ചത്? ചതിയല്ലേ? ഇവരെ ചതിയന്മാരെന്ന് ഞാൻ വിളിച്ചാൽ, ഇവരെ മരുന്ന് വിൽപ്പനക്കാർ, മരുന്ന് മാഫിയ എന്ന് ഞാൻ വിളിച്ചാൽ തെറ്റുണ്ടോ? ഏത് രോഗത്തെ മാറ്റാൻ മരുന്ന് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മരുന്നുകൾക്ക് നാടകം, അത് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതാണ്. ആ രോഗാവസ്ഥ കുറഞ്ഞു എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാക്കും മരുന്ന്.